ഓണം വന്നല്ലോ. പിന്നെ ഓ സുന്ദരി, എന്താ എന്റെ ചക്കരെ, എന്റെ മുത്തേ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ലൈക്ക് ഷെയർ ചെയ്യണം. ഇത് രാവിലെ പണി ഇത് നമ്മുടെ നൂലപ്പം ആൻഡ് മുട്ടക്കറി. അപ്പോൾ പൊളിച്ചൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാം നൂലപ്പം. പാപ്പുക്കുട്ടനും പറഞ്ഞു നൂലപ്പം വേണം ഇന്ന് പറഞ്ഞു. എന്താണ് തോക്കൊക്കെ കേട്ട് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് കൊച്ചിന് ഭയങ്കര ഇഷ്ടം നൂലപ്പം. അപ്പൊ എന്നും ഞങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് കറക്കണ കാണുമ്പോ വിഷമം തോന്നിയിട്ട് അപ്പൊ കൂട്ടം മേടിച്ചു തന്നതാണ്. അതാണ് നോക്കട്ടെ. തോക്ക് മേടിച്ചു തന്നു. ഓക്കെ സെറ്റ്. ഓക്കെ. അപ്പൊ അമ്മ അത് ഉദ്ഘാടനം ചെയ്യാൻ പോണ്. സോഫ്റ്റ് ആയിട്ട് വരും. പഠിച്ചു പഠിച്ചു പഠിച്ചു. അമ്മയുടെ സന്തോഷം കണ്ട. ഒറ്റ റൗണ്ട് ചെയ്യാനുള്ളൂ, പെട്ടെന്ന് ചെയ്താൽ മതി. അപ്പൊ തരാടാ. എന്താ സമയായി? എന്താ സമയായി? തിരിക്കണ്ട പള്ളി വെച്ചാ അതെ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം നല്ല സോഫ്റ്റ് ഇടിയപ്പാണ്. എന്താണ് ഇടിയപ്പം മിഷ്യൻ അല്ല മറ്റേ നൂലപ്പം ഇടിയപ്പം ഇടിയപ്പം മിഷ്യൻ. അടുത്ത സോയിക്കുട്ടിക്ക് തേങ്ങ പിഴിഞ്ഞൊടിക്കുന്ന മിഷ്യൻ മേടിച്ചു തരാം. തേങ്ങ പിഴിഞ്ഞൊടിക്കുന്നത് സത്യം പറഞ്ഞത് ഞാൻ എൻ്റെ സോയിക്കുട്ടി കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്തതാണ്. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സോയിക്കുട്ടി ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കണ്ട. അപ്പൊ ഇന്നലെ നീ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത് അമ്മയാണ് ഇടിയപ്പം ഉണ്ടാക്കണേന്ന്. ഇന്നലെ നീ പറഞ്ഞു മാറ്റി പറയരുതട്ടാ. അതാണ് മാറ്റി പറയരുത്. നമ്മുടെ ഇവിടെ കൂടുതലും മഞ്ഞ മുട്ടക്കറി. അത് കൊച്ചിന്റെ ഭീഷണി കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊച്ചിനെ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൊച്ചിനെ എല്ലാം മുട്ടക്കറി. ഇന്നലെ അമ്മ ചോദിച്ചു, എന്താ സോയിക്കുട്ടി ചോദിച്ചു കടല വേണം മുട്ടക്കറി വേണം. ഞാൻ കടല വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് കൊച്ചു മുട്ടക്കറി വേണം എന്ന് പറഞ്ഞു. ഫൈനലി അവള് ജയിച്ചു. അമ്മയുടെ മോളുടെ വാക്കല്ല അമ്മ കേൾക്കുള്ളൂ. അല്ല പിന്നെ എപ്പോഴും നിനക്ക് മുട്ടക്കറി തന്നെ ഇപ്പൊ കൂടുതൽ ഈറ്റപ്പം മുട്ടക്കറി കഴിച്ച് കഴിച്ച് മടുത്തു. എന്റെ അമ്മയുടെ കൈ ഉണ്ട്. വേദനിച്ച കൈകളായിരുന്നു. വേദനിച്ച കൈകൾ. ഇങ്ങനെ മറ്റേ സാധനം എന്ത് ഇതിട്ട് കഷ്ടപ്പെട്ട് തിരിച്ചുണ്ടാക്കും. കാരണം ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ സാധനം ഉണ്ടാക്കാൻ. ആ മാവക്കുഴ കറക്റ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പിന്നെ നമ്മൾ കാണിച്ചാൽ മതി. അതൊന്നും ഇതൊക്കെ ചെയ്തോ. അല്ലടാ ഞാൻ പറഞ്ഞതാ. ഞാനൊക്കെ ഇത് ഉണ്ടാക്കുമ്പോ ഞാൻ വെള്ളപ്പഴം ചെയ്യൂലേ, ഇവിടെ മസാജ് പിടിക്കും. അമ്മ പിടിക്കോ? എന്റെ മസാജാ മസില് ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ തിരിയുമ്പോ അവിടെ പിരിഞ്ഞു പോവോ? ഇതായിട്ട് സംഭവം എന്താ ഇടിയപ്പം മേക്കർ. ഇതാണ് സംഭവം. ആമസോണിലാട്ടോ ഉണ്ടായിരുന്നു. ആമസോണുണ്ട്. ഏത് കമ്പനിയുടെ? സോക്കിന്റെ ഫേസ് ഇങ്ങനെയാണ്. രാവിലെ ഇരിക്കുമ്പോ ആനയുടെ ഫേസ് പോലെ ഇരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. എന്റെ അമ്മ ഉണ്ട്. അതായത് കുഞ്ഞു കൊച്ചിനെ പോലെ ഇരിക്കും. അത് ഇവർ നേപ്പാളീസിന്റെ പ്രത്യേകമാണ്. രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ ബബ്ലി അടിക്കും. എന്താ 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 ഒരു ഫിഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫിഷില്ലേ പഠിച്ചു. ആൾക്കാരെ കാണും പേടിക്കുമ്പോ ഏറ് പിടിച്ച് ബലും പുലിയാവൂല. അത് സുന്ദരിയല്ലോ സുന്ദരിയല്ലേ. വൈകിട്ടാവണം ചോദിക്കട്ടെ യഥാർത്ഥ രൂപം. എക്സ്ക്യൂസ് മീ മാഡം, കം ഹിയർ. ഞങ്ങളുടെ വീട്ടിലൊരു സുന്ദരി പെൺകൊച്ചു വന്നിട്ടുണ്ട് അല്ല. ഒരു സുന്ദരി പെൺകൊച്ചു വന്നിട്ടുണ്ട്. നോക്കട്ടെ. ബൊന്നസ് കാണിച്ചു കൊടുത്തേ. ബൊന്നസ് കാത് കുത്തിരിക്കുന്നു ഗൈസ്. നോക്കിയേ എന്തൊരു ബഹളായിരുന്നു. പൊന്നസ് കാത് കുത്തിരിക്കുന്നത്. പൊന്നസേ എന്തുകൊണ്ടാ കാത് കുത്താൻ സമ്മതിച്ച പൊന്നസ്? ഉറക്കപ്പെടാ. എന്താ ആര് പറഞ്ഞിട്ടാ?
കൂട്ടുകാരി എന്താ പറഞ്ഞേ? ഈ കാത് ഇട്ടാ നല്ല ഭംഗിയാവുന്നു. ഭംഗിയായിപ്പോ കൂട്ടുകാരിനെ കാണിച്ചപ്പോ എന്താ പറഞ്ഞു? ഇങ്ങനെ മേടിച്ചു. ഓ ഷോക്കായി പോയി. അമ്മ കൊച്ചിന് ഇടിയപ്പം കൊടുത്തേ. നാളെ സ്കൂളുണ്ടാവില്ല 10 days എനിക്ക് ഹോളിഡേ. ആ ടൈം കൊണ്ടുപോകും. ഭീഷണിയായി തുടങ്ങി. ഇല്ലപ്പാ, നാളെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് എനിക്ക് ഹോളിഡേ ആണ്. അത് കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷൻ ഉണ്ട് സ്കൂളില്. അത് കഴിഞ്ഞിട്ട് ഓണം ഉണ്ട്. ഓണ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ആരാ? ആ ആ അല്ല, സുന്ദരി കോടി മോച്ച ഇച്ചിരി ചാര് സുന്ദരി കോട. അപ്പൊ കൊച്ചു എപ്പോഴും എന്താ പറയാ ഇടിയപ്പം വേണം അതൊക്കെ കണ്ട് നിങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ഞാനത് മേടിച്ചു തന്നത്. താങ്ക് യു അപ്പുകുട്ട. താങ്ക് യു അപ്പുകുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനം വേണം. മറ്റുള്ളവർ മുമ്പ് അപ്പുകുട്ടൻ ഇങ്ങനെ വണങ്ങണം. മനസ്സിലായ? അല്ല ചോദിക്കട്ടെ, ഈ അമ്മയ്ക്ക് അപ്പുകുട്ടനോട് റെസ്പെക്ട് ഇല്ല. ഈ അമ്മയ്ക്ക് അപ്പുകുട്ടനോട് റെസ്പെക്ട് ഇല്ല. പിന്നെ ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. എന്നാ ഞാൻ ഗിവുന്നില്ലേ? ഞാൻ ഗിവുന്നില്ലേ? ഞാനും ഗിവുന്നുണ്ട്. എന്ത് ഗിവുന്നുണ്ട്? കൊച്ചക്ക് വെള്ളം കൊടുക്കട്ടെ. പിന്നെ വേറെന്താ വിശേഷം പറയാ ചക്കരെ? വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ സാരി കുറച്ച് സെയിലായതിന്റെ ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സാരിയുടെ ബിസിനസ്സിലേക്ക് ഒരു ഇതായതുകൊണ്ടേ നമുക്കൊരു എൻഗേജ്ഡ് ഉണ്ടടാ. അപ്പൊ ഇപ്പൊ സോണത്തിലാണേലും വീഡിയോ ഇല്ല. നിങ്ങൾ അതിന്റെ ഒരു കാര്യം ചെയ്യാം, അതിന്റെ പുറകെ പിന്നെ അതിന്റെ പുറകെ പോണ്ട്. അതിന് ഓണത്തിന് ആൾക്കാരെ അതും ചെയ്യണം. പക്ഷെ അപ്പൊ സോണത്തിനാണെങ്കിലും വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാനോ പിടിക്കാനോ സമയമില്ല. ഇതിന്റെ എനിക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻഗേജ്ഡ് ഉള്ളത് കൊണ്ട് നമുക്കൊരു രസം ഉണ്ടടാ ഉള്ളില്. വേറെ ഇങ്ങനെ ഫ്രീ ടൈം ഒന്നും അങ്ങനെ ഇല്ലാത്ത, അങ്ങനെ അധികം കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. ചോദിച്ചിട്ട് പിന്നെ മുതലാളിയായിട്ട് നമ്മളെ നോക്കുന്നുമില്ല, കയറുന്നുമില്ല. എവിടെ മുതലാളി? മുതലല്ലേ മുതലാളി രാത്രി ഉച്ചക്ക് ഫുൾ ടെൻഷൻ കണ്ടില്ല അല്ലേ അമ്മേ? അതെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഇത് സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു വിശേഷം നമ്മൾ പറഞ്ഞായിരുന്നു, അപ്പുകുട്ടൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി. അതാണ്. ഞാനിപ്പോ നമ്മളെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഇപ്പൊ ഇവര് പറയണേ ഞാൻ ഡ്രൈവ് പഠിച്ചിട്ട് വേണം ഇവർക്ക് പോവാൻ, എവിടെ പോവാൻ. അങ്ങനെയാണ്. ഞാൻ കൊണ്ടുപോകില്ല. എന്താണ്? ഞാൻ കൊണ്ടുപോകില്ല. ബൈ. They not give me respect. ഡ്രൈവറുടെ ഈ റെസ്പെക്ട് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് അങ്ങനെയുണ്ട്. അതൊന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്. കുഴപ്പമില്ല, പഠിക്കാനുണ്ട്. ഇപ്പൊ താല്പര്യം തോന്നുന്നുണ്ടോ പഠിക്കാൻ പഠിച്ചല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകണേ ഞാൻ. അതൊക്കെ വേണം. അതാണ് എന്റെ ഏറ്റവും പേടി. ഞാൻ ഇപ്പൊ ആലോചിക്കാനുള്ള പേടി ഇതാ. വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനെ ഡ്രൈവർ കിട്ടില്ല. ഞാൻ പഠിക്കോ നീ പഠിക്കണം. എക്സാമായിട്ട് പഠിക്കും. ഒരു ബുക്കൊന്നും ഇങ്ങനെ തുറക്ക്. ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടത്. ആ ബുക്കൊന്നും നോക്കി ബുക്കൊന്നും തുറന്നു നോക്ക്. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ. ഈ വർഷം ഓണത്തിൽ എന്താ പരിപാടി? ഓണക്കോടി മേടിച്ചില്ല അപ്പുകുട്ട. തിരക്കല്ലേ? ഓണക്കോടി മേടിച്ചു തന്നില്ല അപ്പുകുട്ട. ഓണക്ക് ഷൂട്ട് ചെയ്യുന്നു ഈ വർഷം. അപ്പുകുട്ട ഞാൻ പൊന്നിച്ച് ഓണത്തിന് ഷൂട്ട് ചെയ്യും. എപ്പം അപ്പുകുട്ട വരൂല ചെയ്യണം. ഈ വർഷം ഞാൻ വരുന്ന പട്ടം പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും കൊച്ചൊക്കെ സ്കൂളിൽ ലീവ് ആവട്ടെ, നമുക്ക് ഓണം ഷൂട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഓണക്കോടി മേടിക്കണം. എന്തൊക്കെ വേണം? ഓണക്കോടി മേടിച്ചാൽ അല്ലാണ്ട് ഓണസദ്യ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഓണക്കോടി മേടിച്ചെന്നാലാണ് ഒരു ഓണാവുള്ളൂ. ഓണക്കോടി, ഓണസദ്യ. എന്തിനാണ് അപ്പൊ ഇത് സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ എന്തിനാണ്? സദ്യ വേണ്ട, ഓണക്കോടി വേണം. രസം. ഒരു രസല്ലേ സുന്ദരി കമ്മലിട്ടപ്പോ പറഞ്ഞേ ഞാനിപ്പോ പെങ്കൊച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ നേരത്തെ പെങ്കൊച്ചല്ലായിരുന്നു ചോദിച്ചു. അല്ല, ഇവളെ ആദ്യമൊക്കെ 2 ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷെ കുത്താൻ മരത്ത് ഭയങ്കര പേടിച്ചു പോയി. കരച്ചില്ലായിരുന്നു. അലിന് പറയാണ് ആൻസി ഉണ്ടായിരുന്നെങ്കിൽ കുത്തിക്കില്ലായിരുന്നു. ആൻസിയാണ് ഇവിടെ വഷളാക്കണേ.
അല്ല അമ്മായി അമ്മായി സാരില്ല, അത് കുത്തിയത് നന്നായി. അതന്നെ ഫൈനലി ഗോട്ട്. അമ്മ വിളിച്ചിനെ ഇച്ചി തരട്ടോ പോകുമ്പോ ഇച്ചി ഈ പെണ്ണുങ്ങള് കാത് കുത്തി പ്രത്യേക സുന്ദരി വരും. അല്ലെ ചുന്ദരി This is not സുന്ദരി. എന്താ എന്റെ പല്ല് പുഴുപ്പല്ലെന്ന്. ആ സാരില്ല, അത് പല്ല് പോയിട്ട് നല്ല പല്ല് വരും കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള. സോയിക്കുട്ടി ഇസ് വെരി ബിസി ഗേൾ. ഇപ്പൊ ഈ ഓണം കഴിഞ്ഞിട്ടേ സോയിക്കുട്ടി ആവുള്ളൂ അല്ല. 7 വരുമ്പോ പിന്നെ ബ്ലോഗ് നമുക്ക് നല്ല നല്ല ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. എടാ എവിടെയെങ്കിലും കൊണ്ടോടാ. എവിടെയെങ്കിലും കൊണ്ടോന്ന് വെച്ചാൽ എവിടെയാ വെച്ചി? പാലക്കാട്, കൊല്ലംകോട്. എന്ത് രസമാണ്. ഇപ്പൊ ഓണത്തില് ആണ് ഇച്ചിരി ബിസിനസ് സാരി ആൾക്കാര് മേടിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് ഉണ്ടാവല്ലോ. അല്ല ഇത് പോരെ. അല്ല ഓണം കഴിഞ്ഞ് മറ്റേ സീസണാ, എന്താ കല്യാണ സീസൺ. കല്യാണം ഇപ്പൊ ആണല്ലോ അല്ലേ? അല്ലേ ഓണം കഴിഞ്ഞൊക്കെ തുടങ്ങും മുതലായി. പിന്നെ എനിക്ക് തോന്നി ഇതും കൂടി മതിയെന്നാ തോന്നണേ. ദേ എത്ര ഉണ്ട്. കുറച്ച് മാരേജില് ആൾക്കാർ കട പോയി മേടിക്കും. എവിടെ മേടിക്കും? ഇല്ലടാ, പിള്ളേർ സെറ്റല്ലേ ഒരു ദിവസം യൂസ് ചെയ്യണം, അത് മേടിക്കുള്ളൂ. നോക്കാം. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ്. പാവം എന്താ കഷണ്ടിയായി പറയല്ലേ? ഞാൻ അത് പറഞ്ഞല്ല, ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പറഞ്ഞാടാ. കഴണ്ടി എന്റെ ചുന്ദരി, എന്റെ ചുന്ദരി അല്ലേ അതെ. നീ നമ്മുടെ ചുന്ദരി എന്തൊരു പുച്ഛം ഉണ്ടാക്കി. അതേ അപ്പു പറഞ്ഞ അമ്മക്ക് കാണിച്ചു കൊടുക്ക് പറഞ്ഞിട്ട് ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തോ. അപ്പൊ അമ്മ വന്നില്ല. അപ്പൊ ഇതാണ് പക്ഷെ നല്ല സുഖമാണ് കേട്ടോ. ധ്യാന് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ അമ്മ ചിറ ചെയ്തോ കേട്ടോ. ഏലുകുട്ടി അമ്മച്ചിക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പൊ. തിരക്ക്. അപ്പൊ ഞാൻ വിചാരിച്ച രാവിലെ സാധാരണ രാവിലെ വരും. അപ്പൊ ഇന്ന് അമ്മക്ക് വീട്ടിൽ ഇച്ചിരി പണി ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് ഇപ്പൊ 10:30 ആയി. ഇന്ന് ഉണ്ടാക്കണ്ട വേണ്ട. ഇന്ന് അടുത്ത വർഷം ഉണ്ടാക്കുമ്പോ അമ്മക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെ വിശേഷം? എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? വീഡിയോയിലില്ലല്ലോ, വ്ലോഗിലില്ലല്ലോ അമ്മ. അതെ വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ടില്ല. അത് മമ്മ ഉണ്ടാക്കുന്ന. അപ്പൊ അമ്മക്ക് കട പോകണം. അമ്മ കട പോയിട്ട് വരും. അമ്മക്ക് ഡെയിലി ആണ് എക്സസൈസ്. ഡെയിലി ആണ് അമ്മക്ക് എക്സസൈസ്. പോവും വരും. അപ്പൊ എനക്ക് വേണ്ടി പച്ചക്കറി മേടിക്കുന്ന അങ്ങനെ പോവും അമ്മ. നിനക്ക് വേണ്ടിയാണ് അന്നേരം പോയതൊക്കെ. പിന്നെ എന്താ പറയാ, അമ്മക്ക് ഇടിയപ്പം ഇഷ്ടമില്ല. ഇഷ്ടമല്ല. അത് എന്താണ് ഇഷ്ടമില്ലാത്ത പറഞ്ഞു കൊടുത്ത്? നൂല് പോലെ നടക്കണ എനിക്ക് ഇഷ്ടമല്ല. ഞാനു മാതിരി തോന്നല്ലേ ഞാനുല്. അമ്മ എപ്പം അമ്മ ഉണ്ടാക്കും ഇടിയപ്പം, മുട്ടക്കറി വെച്ച് കഴിക്കില്ല. ഞാനുല് മാതിരി ഉണ്ടോ പറയും. ഇത് കഴിക്കും അല്ലെ? മറ്റെന്താ പീച്ചപ്പം കഴിക്കും. വേഗം പോയിട്ട് പെരുപ്പ് കറി ഉണ്ടാക്കും. ഉള്ളിപ്പെരുപ്പും. ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അമ്മച്ചി നന്നായിട്ട് ഉള്ളിപ്പെരുപ്പ് കറി ഉണ്ടാക്കും. വേണേ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം അല്ലേ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വ്ലോഗിലേക്ക് കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ പറഞ്ഞ റൈറ്റ് ഹാൻഡ് കൊടുക്കും. റൈറ്റ്. ഓക്കെ എന്താ നോക്കട്ടെ സുന്ദരി കൊതനം നോക്കട്ടെ. ഇവിടെ നോക്കട്ടെ. ക്യൂട്ടുണ്ട്. ഇപ്പോഴാണ് നീ പെണ്ണായ.